ഹായ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിലൂടെ പറയുന്നത് മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കാൻ അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫലിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട 3 കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു 3 കാര്യം നമ്മൾക്കുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം വേണമെങ്കിലും ആയിക്കോട്ടെ, ഏത് മേഖലയിലുള്ള കാര്യം വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ നടക്കില്ല എന്ന് വരെ വിചാരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതുവരെ നടത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്ത് മെറ്റീരിയൽ വാങ്ങണം എന്നായിക്കോട്ടെ, നമ്മുടെ കരിയർ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും, എന്ത് ആഗ്രഹം വേണമെങ്കിലും നമ്മൾക്ക് ഈ ഒരു 3 കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ. നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഇപ്പൊ നമുക്ക് നല്ലൊരു ഭക്ഷണം കിട്ടി, ആ ഭക്ഷണത്തിന് നമ്മൾ നന്ദി പറയുക. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ പോകുന്ന കാര്യങ്ങൾക്ക് വരെ നമ്മളെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. എനിക്കത് നൽകി തന്നതിന് നന്ദി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ ഒരു ദിവസം എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതുപോലെ നമ്മൾ കിട്ടാൻ പോകുന്ന കാര്യങ്ങൾക്ക് വരെ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കും, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കുക. പിന്നെ നമ്മുടെ ചുറ്റുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും, ഒരുപാട് ആളുകളുണ്ടാവും. അവരോട് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ഉള്ളിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അവരോട് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അവർ ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ നമ്മൾ അവരുടെ അടുത്ത് നന്ദി പറയുക. നമ്മുടെ ഉള്ളിലും പുറത്തും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ അതിവേഗം ഫലിക്കും കേട്ടോ. വളരെ പെട്ടെന്ന് ഫലിക്കുന്നതാണ് നമ്മുടെ ഉള്ളിലും പുറത്തും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ ആർക്കാണോ നന്ദി പറയേണ്ടത്, യൂണിവേഴ്സിനാണോ, യൂണിവേഴ്സിന് നന്ദി പറയുക. അന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയാം. അല്ലെങ്കിൽ മനുഷ്യർക്കാണെങ്കിലും അന്നത്തെ ദിവസം അവർ നമുക്ക് ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും അവരുടെ അടുത്താണെങ്കിലും ഒരു നന്ദി രേഖപ്പെടുത്തുക. ഒരു ബുക്ക് എടുത്തിട്ട് നമുക്ക് നന്ദി പറയാം. ആ ബുക്കിലേക്ക് നമുക്ക് എഴുതി വെക്കാം. ഒരു മാസം നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡുള്ളൊരു ഹൃദയം അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കും, ഒരു സംശയവുമില്ല. അടുത്ത രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർഗിവ്നെസ് ആണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്വഭാവമുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരൊന്നും ആവില്ല. നമ്മളെ ചതിക്കുന്ന ആൾക്കാരുണ്ടാവും, നമ്മളെ സ്നേഹിക്കാത്ത, നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, നമ്മളോട് മോശമായിട്ട് പെരുമാറുന്ന ആളുകളുണ്ടാവും. അവരോടൊക്കെ നമ്മൾ ക്ഷമിക്കുക. അപ്പം ഇവർ നമ്മുടെ അടുത്ത് പല കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെ ക്ഷമിക്കാതെ മനസ്സിലെപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും നമുക്ക് ഫലിക്കില്ല കേട്ടോ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ അതിങ്ങനെ ലാഗായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ ഫലിക്കില്ല, എന്ത് ചെയ്താലും ഫലിക്കില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം, ദേഷ്യം ഒക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അവരോട് ക്ഷമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതിരിക്കുക. മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്, ദേഷ്യമുണ്ട്, വിഷമമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഇമോഷൻസ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളത് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാതിരിക്കുക, നമ്മൾ ഇത് മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആ സമയത്ത് ആ ദേഷ്യങ്ങളെല്ലാം കളഞ്ഞിട്ട് പിന്നീട് നമ്മളത് മാറി ചിന്തിക്കുക. ആ കാര്യം നമ്മൾ മനസ്സിൽ നിന്ന് വിട്ട് കളയുകയാണ് വേണ്ടത്. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്ക് അവരുടെ അടുത്ത് ദേഷ്യം ഉണ്ടാകാം, നമ്മൾ മനസ്സിൽ ദേഷ്യം കൊണ്ട് നടക്കും. പക്ഷെ അത് മാസങ്ങളോളം കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷനും എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും വെറുതെയാണ് കേട്ടോ, വെറുതെ ആയി പോകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, മനസ്സിൽ മറ്റുള്ളവരോട് ദേഷ്യം, പക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കി ക്ഷമ ചോദിച്ച് നന്നായിട്ട് മുന്നോട്ട് പോവുക. ദേഷ്യം, വിദ്വേഷം, പക, പ്രതികാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴത്തേക്ക് എല്ലാത്തിനും ബ്ലോക്ക് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക.
അപ്പോൾ നമുക്ക് ആരോടെങ്കിലും ഇങ്ങനെ ഭയങ്കര മറക്കാനാവാത്ത ദേഷ്യ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാനുള്ളൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. അവർ നമ്മളുടെ അടുത്ത് എങ്ങനെ പെരുമാറിയെന്നും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് നമുക്ക് എന്ത് തരം ദേഷ്യമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിലായിട്ട് ഒരു പേപ്പറിലേക്ക് എഴുതുക. നമുക്ക് അവരോടുള്ള വികാരം എന്താണെന്നുള്ളത് നമ്മൾ ആ പേപ്പറിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതിന് ശേഷം നമ്മൾ ആ പേപ്പർ കത്തിച്ച് കളയാണ് വേണ്ടത്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണ് വേണ്ടത്. അത് ഫോർഗീവ് ചെയ്യുക, അത് അവർക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ വിജയം മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അപ്പം ഈ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും ഉണ്ടെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും പകുതി നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നതായിട്ട് വിചാരിക്കാം. ഈ ഒരു 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ലക്കി ആയിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നേടാനാകും. എസ്പെഷ്യലി നമ്മുടെ കരിയർ, നമ്മുടെ റിലേഷൻഷിപ്പ്, എല്ലാ കാര്യങ്ങളും നമ്മൾ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും ഒക്കെ ഉള്ള വ്യക്തികളുടെ റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഈ 2 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 2 കാര്യമാണ് കേട്ടോ. ഇനി 3ാമത്തെ കാര്യത്തിലേക്ക് പോകാം. ഇതുകൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ ഭയങ്കര ഇരട്ടിയാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി എപ്പോഴും മൂവിങ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എണീറ്റ് ഓടാം, എക്സസൈസ് ചെയ്യാം. സ്ട്രെച്ചിങ് എക്സസൈസ് ആണെങ്കിലും മതി, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് നമുക്ക് നടക്കാൻ പോകാം. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നല്ല, ബോഡി ഒന്ന് എനർജറ്റിക് ആക്കുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം നമ്മുടെ ഇമോഷൻസും തോട്ട്സൊക്കെ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലാണ്. അപ്പം നല്ല തോട്ട്സ് ഉണ്ടാകും, നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനൊക്കെ നമ്മൾ ഈ ആയിട്ട് രാവിലത്തെ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ അന്നത്തെ ദിവസത്തെ ഒരു മൂഡ് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ എക്സസൈസും കൊണ്ട് നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് ഓണായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാത്തിൻ്റെയും അതിൻ്റെ മാക്സിമം ലെവൽ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഫ്രീ ആയിരിക്കും, നമ്മുടെ മൈൻഡ് കാമായിരിക്കും. അപ്പം ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതായിരിക്കും. നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടാവുന്നതാണ് കേട്ടോ ഈ ഒരു 3 കാര്യങ്ങൾ ചെയ്യുന്നത് വഴി. ഇതൊന്നും ചെയ്യാതെ എനർജി ലോസ് ആവുന്ന വഴിയാണ് നമുക്ക് ലേസിനെസ്സും കാര്യങ്ങളൊക്കെ വരിക. പറഞ്ഞു വന്നത് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബോഡിയുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുക, അത് നമ്മുടെ മൈൻഡിനും ബോഡിക്കും വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് 3 കാര്യങ്ങളാണ്: ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, എക്സസൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോളോ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.